39 കിലോയിൽ നിന്ന് 69 കിലോ ആവാനായിട്ട് എനിക്ക് വലിയ കാലതാമസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ 69 കിലോയിൽ നിന്ന് 59 കിലോ ആവാനായിട്ട് നല്ല കഷ്ടപ്പാടും അതുപോലെ തന്നെ നല്ല പണച്ചെലവും ഉണ്ടായിരുന്നു. വണ്ണം വെച്ചൻ്റെ കഥയൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വളരെ റാൻഡമായിട്ട് ഞാൻ ആളുകളെ സെലക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കുറേ കമൻറ്റ് അയച്ചിട്ടും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഡ്രസ്സ് തരാം എന്ന് പറഞ്ഞിട്ട് കൊറിയർ എത്തിയില്ല എന്നൊക്കെ പറയുന്നവർ ഒറ്റൊരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ആമസോണിന്നോ ഫ്ലിപ്കാർട്ടിന്നോ മിന്ത്രയെന്നോ മീഷോന്നോ ഒക്കെ വാങ്ങിച്ച് നമ്മുടെ അഡ്രസ്സൊക്കെ പ്രോപ്പറായി കൊടുത്ത് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഒരു 2-3 ദിവസത്തിനുള്ളിൽ അത് നമ്മുടെ വീട്ടിലെത്തുന്നു അല്ലേ. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സിംഗ് ആണ്. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് എൻ്റെ കൈവശമുള്ള ഡ്രസ്സുകൾ ഞാനിതുപോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അതിന് യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഒരാളെ സെലക്ട് ചെയ്ത് കൊടുക്കും. അതല്ല കുറച്ച് സാധാരണ ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ ഒരു 2-3 എണ്ണമൊക്കെ ആയിരിക്കും ഒരാൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു പോസ്റ്റ് കാണുമ്പോൾ നോക്കുക, അതിന് എത്ര കമൻറ്റ് വരുന്നുണ്ട്, അതിൽ എത്ര പേർക്ക് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും എന്നൊക്കെ. ചിലതിൽ കമൻറ്റ് പോലും ലൈക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതിൻ്റെ പിന്നിലെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന് ഷിഫ്റ്റിംഗ് ആണ്, അതിൻ്റെ നല്ല തിരക്കുണ്ട്, അടക്കി പറക്കി ഒതുക്കലുകൾ ഒന്നും തന്നെ ഇവിടെ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് ജോലിക്കൊക്കെ പോകണമല്ലോ. ഞാൻ ഷിഫ്റ്റിംഗ് കാരണം തന്നെ 2-3 ദിവസം ലീവൊക്കെ എടുത്തു, ജോലിക്ക് പോകണം. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ആദ്യമൊക്കെ ഒരു 20 വയസ്സ് 25 വയസ്സൊക്കെ ഉള്ള സമയത്ത് എനിക്കും ഇങ്ങനെ സാധനങ്ങളൊക്കെ കുറേ കളക്ട് ചെയ്ത് വെക്കുക. പക്ഷേ ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളിങ്ങനെ കുറേ സാധനം കളക്ട് ചെയ്ത് വെച്ചിട്ടോ കുറേ ഇടാത്ത ഡ്രസ്സ് അലമാരിയിൽ സൂക്ഷിച്ചിട്ടോ ഒന്നും വലിയ കാര്യമൊന്നുമില്ല. കുറേ പോകാനുള്ളതൊക്കെ പോയി കഴിയുമ്പോൾ പുതിയത് വരാനുള്ള നല്ലതൊക്കെ നമ്മളിലേക്ക് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ 200 കൊല്ലം സ്റ്റേ ബാക്ക് ഒന്നും ഇല്ലല്ലോ. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടുന്ന് പോകണ്ടേ. അപ്പോൾ ഉള്ള കാലം സന്തോഷമായിട്ടും സമാധാനമായിട്ടും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, ജീവിക്കുക, അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഈ ഡ്രസ്സ് കൊടുക്കൽ പരിപാടി എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. നമ്മുടെ അക്കൗണ്ടൊക്കെ ഒന്ന് സെറ്റായി റീച്ചായി കഴിഞ്ഞിട്ടുണ്ട്. ഈ പഴയ ഡ്രസ്സുകളൊക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പുതിയ പുതിയ ഡ്രസ്സുകളൊക്കെ കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കും. അപ്പോൾ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക, യൂട്യൂബിലെ കമൻറ്റിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് യൂട്യൂബ് ചാനൽ ഒന്ന് അനങ്ങട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. രണ്ടാമത്തെ കാര്യം, ഫേസ്ബുക്കിൽ വരുന്നതിൻ്റെ 10% മാത്രം കമൻറ്റുകളാണ് യൂട്യൂബിൽ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആളെ എനിക്ക് വ്യക്തമായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതിൽ യൂട്യൂബ് കമൻറ്റിൽ നിന്ന് ആളെ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് വന്നൊരു പ്രശ്നം ഇതായിരുന്നു. കൃത്യമായിട്ടുള്ള നമ്മുടെ യൂട്യൂബിൽ വരുന്ന അക്കൗണ്ടും ഫേസ്ബുക്കിൽ വരുന്ന നിങ്ങളുടെ അക്കൗണ്ടും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുന്ന ആളെ ഞാൻ ഫേസ്ബുക്കിൽ തപ്പുമ്പോൾ ചിലപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങളുടെ കൃത്യമായ ഫേസ്ബുക്ക് പേരും കൂടെ ഒന്ന് യൂട്യൂബിൽ കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. അങ്ങനെ കുറേ പേർക്ക് ഡ്രസ്സ് മിസ്സായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തും എനിക്ക് കുറേ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യമൊക്കെ ഭയങ്കര നല്ലതാണെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരോട് വളരെ വളരെ നന്ദിയുണ്ട്. ഇത് ഇനിയും കൊടുക്കാൻ സാധിക്കട്ടെ. ഓണമൊക്കെ അല്ലേ വരുന്നത്, ഓണക്കോടികളും പുതിയ ഡ്രസ്സുകളും ഒക്കെ കൊടുക്കാൻ സാധിക്കട്ടെ. എന്നും ഒരു 50-100 കൊറിയറൊന്നും അയക്കാൻ പറ്റിയില്ലെങ്കിലും നാളെ ഞാൻ മിനിമം 10 കൊറിയർ, മാക്സിമം ഒരു 25 കൊറിയർ അയക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കൊറിയർ അയക്കാൻ മിനിമം ചാർജ് 80 രൂപയാണ് വരുന്നത്. 80 മുതൽ 200-250 രൂപ വരെ ഓരോ കൊറിയറിനും എനിക്ക് ചിലവായിട്ടുണ്ട്. അതൊന്നും സാരമില്ല, ഇത് കൊടുത്ത് തീരട്ടെ. എല്ലാം നല്ല രീതിയിൽ ആവശ്യമുള്ളവരുടെ കയ്യിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ തീരെ ഒരു പ്രൊഫൈൽ പിക്ചർ പോലും ഇല്ലാത്ത ഒരു അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് അവർക്ക് കൊടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിച്ച ഡ്രസ്സുകളാണ് ഞാൻ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കേടുപാടുകൾ ഉണ്ടെങ്കിൽ ഞാൻ പൊട്ട ഡ്രസ്സ് തന്നു അല്ലെങ്കിൽ മോശം ഡ്രസ്സ് തന്നു എന്നൊന്നും ആരും പറയരുത്. അതുപോലെ തന്നെ കുറേ നാളായിട്ട് അലമാരിയിൽ ഇരിക്കുന്ന ഡ്രസ്സുകളാണ്, അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ ഈ ഡ്രസ്സ് വേണ്ടവർ യൂട്യൂബിൽ കമൻറ്റ് ചെയ്തു.